ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. വിദേശത്ത് നിന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ജെ.പി. നദ്ദയും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സഖ്യ വിശാല യോഗവും ഉടൻ ചേരും. അതേസമയം ജഗദീപ് ധൻഖറിന്റെ രാജി സംബന്ധിച്ച അഭ്യൂഹം തുടരുകയാണ്. സ്വാതി സന്തോഷുണ്ട് വിശദാംശങ്ങളുമായി. സ്വാതി, ഇപ്പോൾ എന്തായാലും ജഗദീപ് ധൻഖറിന്റെ രാജി സംബന്ധിച്ച അഭ്യൂഹം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടുത്ത ഉപരാഷ്ട്രപതി ആരാണ് എന്ന തരത്തിലുള്ളൊരു ആകാംക്ഷയാണ് നിലനിൽക്കുന്നത്. BJP ആണെങ്കിലും ഇന്ത്യ സഖ്യമാണെങ്കിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ സജീവമാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. സിന്ദൂരി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിക്ക് പിന്നാലെ ആരായിരിക്കും അടുത്ത ഉപരാഷ്ട്രപതി എന്നുള്ള ചർച്ചകൾ ഇന്ത്യക്കുള്ളിൽ പുരോഗമിക്കുകയാണ്. നിലവിൽ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു അന്തിമ രൂപത്തിലേക്ക് പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ജെ.പി. നദ്ദയും അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയും പ്രധാനമന്ത്രിയുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തും. വിദേശ രാജ്യത്ത് സന്ദർശനത്തിലായിരുന്നു നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉടൻ തന്നെ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും ഉയരുകയാണ്. അദ്ദേഹത്തിന്റെ രാജി സംബന്ധിച്ച കൃത്യമായ മറുപടി, എന്തുകൊണ്ടാണ് രാജി പ്രഖ്യാപനം ഉണ്ടായത് എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ മറുപടി ഇതുവരെയും കേന്ദ്ര സർക്കാർ പറയുവാൻ തയ്യാറായിട്ടില്ല. പിന്നിൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നും പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി ചില തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് രാജിയടക്കം പ്രഖ്യാപിച്ചുകൊണ്ടുള്ളൊരു നടപടി ഉണ്ടായത് എന്നുള്ള ആരോപണമാണ് ശക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല സ്ഥാനാർത്ഥി പേരുകൾ, ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ നിരവധി പേരുകളാണ് ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നത്. ആദ്യഘട്ടത്തിൽ ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകൾ ഇതിലേക്ക് ഉയർന്നു വന്നിരുന്നു. അടുത്ത ഉപരാഷ്ട്രപതി ശശി തരൂർ ആകാം എന്നുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അവിടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ആയിരിക്കും, അല്ലെങ്കിൽ ബീഹാറിൽ നിന്നൊരു സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകളുടെ ഭാഗമായൊക്കെയും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോഴും ഇത് സംബന്ധിച്ചൊരു സർപ്രൈസ് നിലനിൽക്കുന്നുണ്ട്. ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിൽ തീരുമാനമായിട്ടില്ല. വിവിധ തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായി തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ BJPക്കും RSSനും വിധേയനായി നിൽക്കുന്ന ഒരാൾ തന്നെയായിരിക്കും NDA പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുക എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. അതേസമയം തന്നെ ഇന്ത്യ സഖ്യവും ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മത്സരിക്കുവാൻ രംഗത്തുണ്ട് എന്നുള്ള കാര്യങ്ങളും അറിയുന്നുണ്ട്. എല്ലാവരുടെയും പൊതു താല്പര്യം മാനിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇന്ത്യ സഖ്യവും ഈ മത്സരത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. അതേസമയം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കടുത്ത പ്രതിഷേധങ്ങൾ പാർലമെന്റിലടക്കം ഉയർന്നു വന്നിരുന്നു. ഇദ്ദേഹത്തിന്റെ രാജി സംബന്ധിച്ച എന്തുകൊണ്ട് ഇദ്ദേഹം രാജിയിലേക്ക് കടന്നു, അപ്രതീക്ഷിതമായി രാജി പ്രഖ്യാപനത്തിൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം BJPയുടെ ഭാഗത്തുനിന്ന്, കേന്ദ്രമന്ത്രിമാരുടെ, കേന്ദ്ര ഉന്നത നേതാക്കളുടെയൊക്കെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെയും ഇപ്പോഴും തുടരുകയാണ്. മാത്രമല്ല, ഇദ്ദേഹത്തിന് ഒരു യാത്രയയപ്പ് പോലും നൽകാത്ത വിഷയങ്ങളൊക്കെയും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. ഭരണഘടനാ പദവിയിൽ രണ്ടാമത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഭരണഘടനാ പദവി പോലും മാനിക്കാതെയുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാരും BJPയും എടുത്തത് എന്നുള്ള വലിയ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആരായിരിക്കും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്നുള്ളത് വരും മണിക്കൂറുകളിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. സിന്ദൂരി. അതെ, വ്യക്തമാണ് സ്വാതി. എന്തായാലും ഇന്ത്യ ഒന്നടങ്കം അടുത്ത ഉപരാഷ്ട്രപതി ആരായിരിക്കും എന്നൊരു ആകാംക്ഷയിലാണ്. ഇരു മുന്നണികളിലും ചർച്ച സജീവമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സ്വാതി സന്തോഷാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.